ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഹെയർ ഡൈ ചെയ്ത മുടിയിലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാം, ഇത് വളരെ നല്ലതാണ്. അതായത് നമ്മളൊക്കെ ഹെയർ ഡൈ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഹെയർ ഡൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ അറ്റം ഒരുപാട് ഡ്രൈ ആവും, വരണ്ടിരിക്കും. അപ്പോൾ അതിൽ പ്രോട്ടീനും മോയ്സ്ചറൈസറും ഒക്കെ കുറയും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്പുകളാണ്. ആദ്യം എന്താണ് വേണ്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ മുടി എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. മുടിയെ ഒന്ന് വലിച്ചു നോക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ മുടിക്ക് പ്രോട്ടീനാണ് ആവശ്യം. അതേസമയം മുടി വരണ്ട് ഫ്രിസി ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് മോയ്സ്ചറൈസറാണ് ആവശ്യം. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ള. അപ്പോൾ ഇതിനുള്ള 2 പാക്കുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 2 പാക്കുകൾ. നമ്മൾ ഡൈ ചെയ്യുന്ന മുടിയാണെങ്കിൽ നമുക്ക് വേണ്ടിയത് കൂടുതലും മോയ്സ്ചറൈസർ അടങ്ങിയ പാക്കുകളാണ്. പ്രോട്ടീൻ അടങ്ങിയ പാക്കുകൾ നമുക്ക് മാസത്തിൽ 1-2 തവണ കൊടുത്താൽ മതിയാകും. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പ്രോട്ടീൻ പാക്കാണ്. ഈ പ്രോട്ടീൻ പാക്കിന് വേണ്ടിയത് 1 മുട്ട, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും മതി. അപ്പം മുട്ടയും തൈരിലും ഒക്കെ പ്രോട്ടീൻ ഉണ്ട്. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുളിക്കുമ്പോൾ ഷാമ്പു ഇടുന്നതിന് മുന്നേ നമ്മൾക്ക് ഇത് മുടിയുടെ മേളെ തൊട്ട് താഴെ അറ്റം വരെ തേക്കുക. തേച്ചിട്ട് നമ്മൾ ഒരു 30 മിനിറ്റ് 20 തൊട്ട് 30 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ മുടിയിൽ അത് ഒബ്സർവ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് കഴുകിക്കളയുക. അപ്പം ആ പ്രോട്ടീൻ നമ്മുടെ മുടിക്ക് കിട്ടി. മോയ്സ്ചറൈസർ പാക്ക് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല്, 1 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ, അതായത് വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ അത്രയും നല്ലത്, 1 ടീസ്പൂൺ തേന്, ഇത്രയും നല്ലോണം ബീറ്റ് ചെയ്യണം. അപ്പോൾ അലോവേറ ജെല്ല്, തേന്, തേങ്ങയാണ്, വെർജിൻ കോക്കനട്ട് ഓയിൽ, നമ്മൾക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ഉരുക്കി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ചെയ്യുന്നത് ഷാമ്പു ചെയ്തതിന് ശേഷമാണ്. പ്രോട്ടീൻ പാക്ക് ചെയ്യുന്നത് ഷാമ്പു ചെയ്യുന്നതിന് മുന്നെയാണ്. ഇത് മോയ്സ്ചറൈസർ പാക്ക് നമുക്ക് ഷാമ്പു ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ഷാമ്പു എല്ലാം ചെയ്തതിന് ശേഷം മുടിയുടെ മേല് തൊട്ട് താഴെ മുടിയുടെ അറ്റം വരെ ഇത് നന്നായിട്ട് പുരട്ടി ഒരു 20 മിനിറ്റ് 15 തൊട്ട് 20 മിനിറ്റ് വരെ വെക്കുക. വെച്ചതിന് ശേഷം കഴുകിക്കളയുക. ഇത് രണ്ടും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു മാസത്തിൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ആഴ്ചകളിൽ മോയ്സ്ചറൈസർ പാക്ക് കൊടുക്കുക, 3-ാമത്തെ ആഴ്ച പ്രോട്ടീൻ പാക്ക് കൊടുക്കുക, 4-ാമത്തെ ആഴ്ച വീണ്ടും മോയ്സ്ചറൈസർ പാക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡൈ ചെയ്യുന്നവരുടെ മുടി ഒരു പരിധി വരെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും. ഇത് രണ്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളൊരു 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ മുടിയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ. മോയ്സ്ചറൈസർ പാക്ക് ഉപയോഗിക്കും പോലെ പ്രോട്ടീൻ പാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പ്രോട്ടീൻ പാക്ക് മാസത്തിൽ 1 മതി. മോയ്സ്ചറൈസർ പാക്കാണ് മാസത്തിൽ 3 തവണയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. കാരണം നമ്മുടെ ഹെയർ ഡൈ ചെയ്യുമ്പോൾ മുടി കൂടുതൽ ഡ്രൈയും ഫ്രിസിനെസ്സും ആണ് ആകുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ചൂടുവെള്ളം മുടിയിൽ ഉപയോഗിക്കരുത്. ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നല്ല സെറം ഉണ്ടെങ്കിൽ സെറം യൂസ് ചെയ്യാം. നല്ല മുടിയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളിലല്ല, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചെറിയ സാധനങ്ങൾ വെച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യുന്നത് കൊണ്ട് മുടിക്ക് വരുന്ന വ്യത്യാസമാണ്. മുടിക്ക് എന്താണ് വേണ്ടിയതെന്ന് മനസ്സിലാക്കി പ്രോട്ടീനും മോയ്സ്ചറൈസറും അതേപോലെ ആ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ മുടിയെല്ലാം നല്ല ശക്തിയായിട്ട് തന്നെ ഇരിക്കും. 55 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടിയോട് കൂടി നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ.